शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से प्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति ഓം ശാന്തി. ഇന്ന് 13/11/2025 പ്രഭാത മുരളി. बाबा कहते हैं, मीठे बच्चे, तुमने दुख सहन करने में बहुत टाइम वेस्ट किया है. अब दुनिया बदल रही है. तुम बाप को याद करो. सदो प्रधान बनो तो टाइम सफल हो जाएगा. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ദുഃഖം സഹിച്ച് ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, സദോ പ്രധാനമായി മാറൂ. എങ്കിൽ നിങ്ങളുടെ ഈ സമയമെല്ലാം സഫലമായി മാറുമെന്ന് ബാബ പറയാം. ഇനി ബാബ ചോദ്യം ചോദിക്കാണ്, 21 जन्मों के लिए लॉटरी प्राप्त करने का पुरुषार्थ क्या है? അതായത് ബാബ ചോദിക്കാണ്, 21 ജന്മത്തേക്ക് ലോട്ടറി പ്രാപ്തമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം എന്താണ്? ബാബ ഉത്തരം തരാണ്, 21 जन्मों की लॉटरी लेनी है
തോ മോഹാജീത് ബനോ. ബാബ പറയാണ് 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് ലോട്ടറി നേടണമെങ്കിൽ നിങ്ങൾ മോഹാജീത്തായിട്ട് മാറൂ. ഏക് ബാപ്പ് പർ പൂരാ പൂരാ കുർബാൻ ജാവോ. ഒരേ ഒരു ബാബയുടെ മേൽ നിങ്ങൾ സമർപ്പണമാകൂ, പൂർണ്ണമായിട്ടും ബാബയിൽ സമർപ്പണമാകൂ. സദാ യഹ് സ്മൃതി മേം രഹേക്കി അബ് യഹ് പുരാനി ദുനിയ ബദൽ രഹി ഹെ, ഹം നയി ദുനിയ മേം ജാ രഹേ ഹെ. ബാബ പറയുന്നത് സദാ ഇത് നിങ്ങളുടെ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ലോകം, അതായത് ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം സദാ നിങ്ങളുടെ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. അതായത് പഴയ ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ് പുരാനി ദുനിയാ കോ ദേഖ്തേ ഭി നഹി ദേഖ്നാ ഹെ. ബാബ പറയാണ് ഈ പഴയ ലോകത്തെ നിങ്ങൾ കണ്ടുകൊണ്ടും കാണരുത്. സുദാമ മിസൽ ചാവൽ മുട്ടി സഫൽ കർ സത്യുഗി ബാദശാഹി ലേനി ഹെ. ബാബ പറയാണ് സുദാമയുടെ ഉദാഹരണമുണ്ടല്ലോ, അതായത് ഒരു പിടി അവൽ കൊണ്ടാണ് സുദാമ കൊട്ടാരം നേടിയത്. അതുപോലെ ബാബ പറയാണ് സുദാമയെ പോലെ നിങ്ങൾ ആ ഒരു പിടി അവൽ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സഫലമാക്കൂ. സത്യയുഗത്തിലെ നിങ്ങൾ അതായത് ചക്രവർത്തി പദവി നേടൂ. കാരണം സുദാമ അങ്ങനെയാണ് കൊട്ടാരം നേടിയത്, ഒരു പിടി അവൽ കൊണ്ട്. അതുപോലെ ബാബ നമ്മളോടും പറയാണ് നിങ്ങൾ നിങ്ങളുടേതെല്ലാം സഫലമാക്കി സത്യയുഗത്തിലെ ചക്രവർത്തി പദവി നേടൂ. ओम शांति. रूहानी बच्चों प्रति रूहानी बाप बैठ समझाता है. यह तो बच्चे समझते हैं, रूहानी बच्चे माना ആത്മായേ. അതായത് ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ ഇരുന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ആത്മീയ കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാക്കളെയാണ് പറയുന്നത് ആത്മീയ കുട്ടികളെന്ന്. റുഹാനി ബാപ്പ് മാന ആത്മാവോം കാ ബാപ്പ്. ആത്മീയ അച്ഛൻ എന്ന് പറയുന്നത് ആരെയാണ്? ആത്മാക്കളുടെ അച്ഛനെ, അല്ലെ? അപ്പൊ ബാബ പറയാണ് ആത്മീയ കുട്ടികൾ എന്ന് പറയുന്നത് ആത്മാക്കളെയും ആത്മീയ അച്ഛൻ എന്ന് പറയുന്നത് ആത്മാക്കളുടെ അച്ഛനെയുമാണ്, അതായത് ബാബയെ. ഇസ്കോ കഹാ ജാത്താ ഹേ ആത്മാവോം ഓർ പരമാത്മാ കാ മിലൻ. ഇതിനെ തന്നെയാണ് പറയുന്നത് ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മിലനമെന്ന്. യഹ് മിലൻ ഹോത്താ ഹി ഹെ ഏക് ബാർ. ബാബ പറയുന്നത് ഈ ഒരു മിലനം ഒരു തവണ മാത്രമാണ് നടക്കുന്നത്, അല്ലെ? കൽപ്പത്തില് ഒരു തവണ മാത്രമാണ് ഈ മിലനം നടക്കുന്നത്. യഹ് സബ് ബാത്തേം തും ബച്ചേ ജാൻതേ ഹോ. ബാബ പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടികൾക്കറിയാം. യഹ് ഹേ വിചിത്ര ബാത്ത്. ബാബ പറയുന്നത് ഇതൊരു വിചിത്രമായ കാര്യമാണ്. വിചിത്ര ബാപ്പ് വിചിത്ര ആത്മാവോം കോ സമജാത്തേ ഹേ. ബാബ പറയുന്നത് വിചിത്രനായ അച്ഛൻ വിചിത്രരായ കുട്ടികൾക്ക്, വിചിത്രരായ ആത്മാക്കൾക്ക് തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. വാസ്തവമേം ആത്മാ വിചിത്ര ഹേ, യഹാം ആക്കർ ചിത്രധാരി ബൻതി ഹേ. ബാബ പറയാണ് യഥാർത്ഥത്തിൽ ആത്മാക്കള് വിചിത്രരാണ്. വിചിത്രർ എന്ന് പറയുന്നത് ചിത്രം ഇല്ലാത്തത്, അതായത് ബാബ പറയുന്നത് ശരീരം. ചിത്രം എന്ന് പറയുന്നത് ഇവിടെ ശരീരത്തെയാണ്. അപ്പൊ വിചിത്രം എന്ന് പറയുന്നത് ശരീരമില്ലാത്തവരാണ്, അല്ലെ? നമ്മൾ ആത്മാക്കളുടെ യഥാർത്ഥ രൂപം എന്താണ്? പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് ശരീരമില്ല, നമ്മൾ നിരാകാര രൂപമാണ്. പക്ഷെ നമ്മൾ പാർട്ട് അഭിനയിക്കാൻ ഇവിടെ വരുമ്പോഴാണ് ശരീരം ആധാരമായിട്ടെടുക്കുന്നത്, അതായത് ചിത്രധാരിയായിട്ട് മാറുന്നത് ഇവിടെയാണ്. ചിത്രസെ പാർട്ട് ബജാത്തി ഹെ, അതായത് ശരീരം കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള പാർട്ട്, അല്ലെ? ഓരോ ആത്മാക്കൾക്കും അവരവർക്ക് ലഭിച്ചിട്ടുള്ള പാർട്ട് അഭിനയിക്കുന്നതിനായിട്ട് അവർ ശരീരം എടുക്കുന്നുണ്ട്. ആത്മാത്തോ സബ് മേം ഹേന. ബാബ പറയാണ് ആത്മാക്കളാണെങ്കിൽ എല്ലാവരിലുമുണ്ട്, അല്ലെ? എല്ലാത്തിലും ആത്മാവുണ്ട്. ജാൻവർ മേ ബി ആത്മാ ഹേ. മൃഗങ്ങളിലും ആത്മാവുണ്ട്. 84 लाख कहते हैं उसमें तो सब जानवर आ जाते हैं ना.
ബാബ പറയാണ് 84 ലക്ഷമെന്ന് പറയുന്നുണ്ടല്ലോ. അതില് ബാബ പറയുന്നത് എല്ലാ മൃഗങ്ങളും അല്ലെ, എല്ലാ ജീവജാലങ്ങളും എല്ലാം അതിൽ വരും. ഡർ ജാൻവർ ആദി ഹേ ബാപ്പ് സംജാത്തെ ഹേ ഇൻ ബാത്തോ മേം ടൈം വേസ്റ്റ് നഹി കർണാ ഹേ. ബാബ പറയുന്നത് ഒരുപാട് മൃഗങ്ങളൊക്കെയുണ്ട്, പക്ഷെ ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങൾ കുട്ടികൾ ഈ കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് അല്ലെ. കുട്ടികൾ ബാബയോട് ചോദിക്കും, അപ്പൊ മൃഗങ്ങളിൽ ആത്മാവുണ്ടോ, പക്ഷികളിലുണ്ടോ, അങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട് കുട്ടികൾ. അപ്പൊ ബാബ പറയാണ് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ബാബ പറയാ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത് അല്ലെ, സമയം നിങ്ങൾ പാഴാക്കരുതെന്ന് പറയാ ബാബ. സിവായി ഏക് ജ്ഞാൻ കെ മനുഷ്യോം കാ ടൈം വേസ്റ്റ് ഹോത്താ രഹത്താ ഹേ. ഈ സമയം ബാബ പറയുന്നത് ഈ ഒരു ജ്ഞാനം ഇല്ല എങ്കിൽ മനുഷ്യരെന്താണ് ഈ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്ഞാനം കിട്ടുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യരെന്താ ചെയ്യുന്നത്, സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ് സമയ ബാപ്പ് തും ബച്ചോം കോ ബൈട്ട് പടാത്തേ ഹേ ഫിർ ആധാ കൽപ്പ് തും പ്രാലബ്ധ ഭോഗ്തേ ഹോ. ബാബ പറയാണ് ഈ ഒരു സമയം ബാബ നിങ്ങൾ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്, പിന്നീട് നിങ്ങൾ അരക്കൽപ്പത്തേക്ക് ഇതിന്റെ പ്രാലബ്ധവും നിങ്ങൾ പ്രാപ്തമാക്കും അല്ലെ. പ്രാലബ്ധം അനുഭവിക്കുന്നത് പിന്നീടാണല്ലോ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിന്റെ പ്രാലബ്ധം പിന്നീടാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് അരക്കൽപ്പം ഇതിന്റെ പ്രാലബ്ധം നമുക്ക് അനുഭവിക്കാം. വഹാം തുംകോ കോയി തക്ലീഫ് നഹി ഹോത്തി ഹെ. അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അല്ലെ. സ്വർഗത്തിൽ അതായത് സത്യയുഗത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാ. തുമാരാ ടൈം വേസ്റ്റ് ഹോത്താ ഹി ഹേ ദുഃഖ് സഹൻ കർണേമേ. ബാബ പറയുന്നത് നിങ്ങളുടെ സമയം ചിലവാക്കിയത്, അതായത് നിങ്ങൾ സമയം ചിലവാക്കിയത് എവിടെയാണ്, നിങ്ങൾ ദുഃഖം സഹിച്ചിട്ടാണ് അല്ലെ. ദുഃഖം വരുമ്പോൾ അതിനെപ്പറ്റി ഓർത്തിരിക്കുക, ബാബയോട് യാചിക്കുക, അതുപോലെ പലരോടും പറയുക അതിനെപ്പറ്റി. അതൊക്കെ ടൈം പാഴാക്കലാണല്ലോ, സമയം വേസ്റ്റ് ആക്കലാണ് അതെല്ലാം. അപ്പൊ അതാണ് ബാബ പറയുന്നത് നിങ്ങളുടെ സമയമെല്ലാം പാഴായി പോയത് ദുഃഖം സഹിച്ചിട്ട് തന്നെയാണെന്ന് പറയാം. യഹാം തോ ദുഃഖ് ഹി ദുഃഖ് ഹേ ഇസ്ലിയെ സബ് ബാപ്പ് കോ യാദ് കർത്തേ ഹേ കി ഹമാരാ ദുഃഖ് മേം ടൈം വേസ്റ്റ് ഹോത്താ ഹേ ഇസ്സേ നിക്കാലോ. ബാബ പറയാണ് ഇവിടെ നോക്കാണെങ്കിലോ ദുഃഖം തന്നെ ദുഃഖമാണ് അല്ലെ. നമുക്കറിയാം പലതരത്തിലാണ് ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ അല്ലെ. അപ്പൊ ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ബാബയെ തന്നെയാണ് ഓർത്തിരുന്നത്. എന്താ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഈ ദുഃഖത്തിൽ ഞങ്ങളുടെ സമയമെല്ലാം പാഴാകുന്നു, ഇതിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെയാണ് ഈശ്വരനെ വിളിച്ചുകൊണ്ടിരുന്നത്. സുഖമേം കബി ടൈം വേസ്റ്റ് നഹി കഹേങ്കെ. അതായത് സുഖത്തിൽ ആരും അതായത് സമയം പാഴാകുന്നു എന്ന് പറയില്ല. യഹ് ബി തും സമജ്തേ ഹോ ഇസ് സമയ് മനുഷ്യക്ക് കോയി വാല്യൂ നഹി ഹേ. ബാബ പറയാണ് ഇതും നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള മൂല്യവും ഇല്ല. മനുഷ്യ ദേക്കോ അചാനക് ഹി മർപ്പെടുത്തേ ഹേ. ബാബ പറയാണ് മനുഷ്യരെ നോക്കൂ, എത്ര പെട്ടെന്നാണ് അവര് മരണമടയുന്നത്. ഏക് ഹി തൂഫാൻ മേം കിത്തനെ മർജാത്തേ ഹേ. ബാബ പറയുന്നത് ഒരു കൊടുങ്കാറ്റ് വന്നാൽ മതി, അതിൽ തന്നെ എത്ര പേരാണ് മരിക്കുന്നത്. രാവൺ രാജ്യമേം മനുഷ്യക്ക് കോയി വാല്യൂ നഹി ഹേ. ബാബ പറയാണ് ഈ രാവണ രാജ്യത്തില് മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള മൂല്യവും ഇല്ല. അബി ബാപ്പ് തുമാരി കിത്തിനി വാല്യൂ ബനാത്തേ ഹേ. ഇപ്പോഴാണെങ്കിലോ ബാബ വന്ന് നമ്മൾ കുട്ടികളെ എത്ര അമൂല്യമാക്കിയിട്ടാണ് മാറ്റുന്നത് അല്ലെ. അത്രയ്ക്കും വാല്യൂബിൾ ആക്കിയിട്ടാണ് ബാബ നമ്മൾ കുട്ടികളെ മാറ്റുന്നത്. വർത്ത് നോട്ടെ പെന്നീസേ വർത്ത് പൗണ്ട് ബനാത്തേ ഹേ. ബാബ പറയുന്നത് കാൽ കാശിന് വിലയില്ലാത്തവരിൽ നിന്നും അത്രയ്ക്കും മൂല്യമുള്ളവരാക്കി മാറ്റാണ് ബാബ ചെയ്യുന്നത്. ഗായാബി ജാത്താ ഹേ ഹീരെ ജൈസ ജന്മ അമലോക്. ബാബ പറയുന്നത് ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, വജ്രതുല്യമായ ജീവിതം അമൂല്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇസ് സമയ മനുഷ്യ കൗടി പിച്ചാടി ലഗേ ഹുയേ ഹേ കർക്കെ ലഖ്പതി കരോഡ്പതി പദമാംപതി ബൻതേ ഹേ
ഉനോം കി സാരി ബുദ്ധി ഉസ്മേം ഹി രഹതി ഹെ. ബാബ പറയുന്നത് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യര് ഈ കക്കയ്ക്ക് പിന്നാലെയാണ് പോകുന്നത്. അതായത് ലക്ഷപ്രഭുക്കളും കോടിപതികളും ഒക്കെ ആകുന്നുണ്ട്, അതുപോലെ അത്രയും പദമാപദം ഒക്കെ നേടുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് അതിലാണ് എല്ലാ ബുദ്ധിയും പോകുന്നത് അവരുടെ. അതായത് കാൽ കാശിന് പോലും വാല്യൂ ഇല്ലാത്ത, അല്ലെ, കക്കയ്ക്ക് സമാനമായിട്ടുള്ളതിന് പിറകെയാണ് ഇന്ന് മനുഷ്യര്. എത്ര നേടിയാലും പിന്നെയും നേടണം നേടണം എന്നുള്ള ആഗ്രഹത്തില് അതിൽ മാത്രമാണ് ബുദ്ധി എന്ന് ബാബ പറയാം. ബാബ പറയാണ്, ഉൻകോ കഹത്തെ ഹേ യഹ് സബ് ബോൽ ഏക് ബാപ്പ് കോ യാദ് കരോ പരന്തു മാനേംഗേ ഹി നഹി. ബാബ പറയാണ്, നിങ്ങളിപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം മറക്കൂ, എന്നിട്ട് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ബാബ പറയുന്നത് അവരത് അംഗീകരിക്കുകയേയില്ല എന്ന് പറയാം. ഉൻകി ബുദ്ധി മേം ബൈഠേഗാ ജിൻകി ബുദ്ധി മേം കൽപ്പ് പഹലേ ബി ബൈഠാ ഹോഗാ. ബാബ പറയുന്നത് കൽപ്പം മുമ്പ് ഇത് ആരുടെ ബുദ്ധിയിലാണോ ഇരുന്നിട്ടുള്ളത് അവരുടെ ബുദ്ധിയിൽ മാത്രമേ ഇരിക്കൂ, അല്ലേ? അതായത് ബാബ പറയണ, നിങ്ങളിത് ആരോട് പറഞ്ഞാലും ആരൊക്കെയാണോ കൽപ്പം മുമ്പ് ഇത് അംഗീകരിച്ചിട്ടുള്ളത്, ആരുടെ ബുദ്ധിയിലാണോ ഇത് ഇരുന്നിട്ടുള്ളത് അവരുടെ ബുദ്ധിയിലേ ഇത് ഇരിക്കൂ എന്ന് ബാബ പറയാം. നഹി തോ കിത്തനാ ഭി സമജാവോ കബി ബുദ്ധി മേം ബൈഠേഗാ നഹി. ബാബ പറയണത്, അല്ലാതെ നിങ്ങൾ എത്ര മനസ്സിലാക്കി കൊടുത്തോളൂ, പക്ഷെ ബുദ്ധിയിൽ ഇരിക്കുകയേയില്ല. അതായത് കൽപ്പം മുമ്പ് വന്നിട്ടല്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ ബുദ്ധിയിൽ ഇത് ഇരിക്കുകയില്ല. എത്ര നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താലും ഇരിക്കില്ല എന്ന് ബാബ പറയാം. തുമ്പി നമ്പർ വാർ ജാൻതേ ഹോ കി യഹ് ദുനിയ ബദൽ രഹി ഹേ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികളും നമ്പർ വാർ ആയിട്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ കുട്ടികളിലും നമ്പർ വാറാണ്, അല്ലെ? ഒരുപോലെയല്ല നമ്മൾ കുട്ടികള് ബാബയുടെ ജ്ഞാനത്തെ മനസ്സിലാക്കുന്നത്. ബാഹർ മേ ബൽ തും ലിഖ് ദോ കി ദുനിയ ബദൽ രഹി ഹെ ഫിർ ബി സമജേംഗെ നഹി. ബാബ പറയുന്നത്, നിങ്ങൾ എഴുതി വയ്ക്കൂ, അതായത് ഈ ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എഴുതിക്കോളൂ, എങ്കിലും ബാബ പറയുന്നത് ഇത് മനസ്സിലാക്കുകയില്ല. ജബ് തക് തും കിസ്കോ സമജാവോ അച്ഛാ കോയി സമജ് ജായേ ഫിർ ഉൻകോ സമജാനാ പടേ ബാപ്പു കോ യാദ് കരോ സദോ പ്രധാൻ ബനോ. ബാബ പറയുന്നത്, ഇനി അഥവാ ആരെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ബാബ പറയുന്നത് അവർക്ക് ഇതും കൂടി മനസ്സിലാക്കി കൊടുക്കൂ, അതായത് ബാബയെ ഓർമ്മിക്കൂ, സദോ പ്രധാനമായിട്ട് മാറൂ, അതും കൂടി മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാം. നോളജ് തോ ബഹുത്ത് സഹജ് ഹെ യഹ് സൂര്യവംശി ചന്ദ്രവംശി. ബാബ പറയുന്നത് ഈ ജ്ഞാനം നോക്കുകയാണെങ്കിലോ വളരെ സഹജമാണ്, അല്ലെ? ബാബ സൂര്യവംശി ചന്ദ്രവംശി അതിനെയൊക്കെ കുറിച്ചുള്ള ജ്ഞാനം തരുന്നുണ്ട്. അപ്പൊ ബാബ പറയുന്നത് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ വളരെ സഹജമാണ് ജ്ഞാനം. അബി യഹ് ദുനിയ ബദൽ രഹി ഹെ ബദലാനെ വാല ഏക് ഹി ബാപ്പ് ഹെ. ബാബ പറയാണ്, ഇപ്പോ ഈ ഒരു ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിവർത്തനം ചെയ്യിക്കുന്നതാരാണ്? ഒരേയൊരു ബാബയാണ്. യഹ് ബി തും യഥാർത്ഥ രീതി ജാൻതേ ഹോ സോബി നമ്പർ വാർ പുരുഷാർത്ഥ അനുസാർ. ബാബ പറയുന്നത് ഇതും നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയുന്നുണ്ട്, പക്ഷെ അതും നമ്പർ വാർ പുരുഷാർത്ഥത്തിന് അനുസരിച്ചിട്ട് തന്നെയാണെന്ന് ബാബ പറയാം. माया पुरुषार्थ करने नहीं देती फिर समझते हैं यह भी ड्रामा अनुसार इतना पुरुषार्थ नहीं चलता है. ബാബ പറയുന്നത് മായയാണെങ്കിലോ പുരുഷാർത്ഥം ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ മനസ്സിലാക്കാൻ കഴിയും, അതായത് ഇതും ഡ്രാമ അനുസരിച്ച് ഇത്ര പുരുഷാർത്ഥമേ ചെയ്തിട്ടുള്ളൂ, ഇത്രയേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കും. അബി തും ബച്ചേ ജാൻതേ ഹോ കി ശ്രീമത്ത് സേ ഹം അപ്നെ ലിയേ ഇസ് ദുനിയാ കോ ബദലാ രഹേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട്, ശ്രീമതമനുസരിച്ച് നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ഈ ലോകത്തെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീമത്ത് ഹേഹി ഏക് ശിവബാബാക്കി. ശ്രീമതം ഒരേ ഒരു ശിവബാബയുടേത് തന്നെയാണ്. ശിവബാബ കഹനാത്തോ ബഹുത്ത് സഹജ് ഹേ
ഓർ കോയിന ശിവബാബാക്കോ ന വർസാക്കോ ജാൻതേ ഹെ. ബാബ പറയാണ്, ശിവബാബ എന്ന് പറയാൻ വളരെ സഹജമാണ് അല്ലെ, വളരെ സഹജമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ബാബ പറയുന്നത് ആർക്കും തന്നെ ശിവബാബയെയും അറിയുന്നില്ല, ശിവബാബ തരുന്ന സമ്പത്തിനെയും അറിയുന്നില്ല. ബാബ മാനാഹി വർഷ, ബാബ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സമ്പത്ത് തന്നെയാണ്. ശിവബാബ ബി സച്ചാ ചാഹിയേന, ശിവബാബയും സത്യമായിട്ടുള്ളതാണെന്ന് പറയാ ബാബ. ആജ്കൽ തോ മേയർ കോ ബി ഫാദർ കഹ് ദേത്തേ ഹേ, ഗാന്ധി കോ ബി ഫാദർ കഹ് ദേത്തേ ഹേ. ബാബ പറയാണ്, ഇന്ന് നോക്കാണെങ്കിലോ മേയറിനെയും ഫാദർ എന്ന് പറയുന്നുണ്ട് അല്ലെ, അതുപോലെ ഗാന്ധിയെയും പറയുന്നുണ്ട് ഫാദർ അല്ലെ. ഗാന്ധിനെ നമ്മൾ ബാപ്പുജി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടല്ലോ. കോയിക്കോ ഫിർ ജഗ് ഗുരു ബി കഹ് ദേത്തേ ഹേ. ബാബ പറയുന്നത് ചിലരെയാണെങ്കിലോ ഈ ജഗത്തിന്റെ ഗുരു എന്നും പറയുന്നുണ്ട്. അബ് ജഗത് മാന സാരി സൃഷ്ടി കാ ഗുരു. ബാബ പറയുന്നത് ഇപ്പോ ഈ ലോകം എന്ന് പറയുമ്പോ മുഴുവൻ സൃഷ്ടിയുടെയും ഗുരുവായിരിക്കണം അല്ലെ. ജഗത് ഗുരു എന്ന് പറയുമ്പോ മുഴുവൻ സൃഷ്ടിയുടെയും ഗുരുവായിരിക്കണം. വഹ കോയി മനുഷ്യ ഹോ കൈസേ സക്ത. ബാബ ചോദിക്കാണ്, അതൊരു മനുഷ്യനെ എങ്ങനെയാകാൻ സാധിക്കും? ഈ മുഴുവൻ സൃഷ്ടിയുടെ, ഈ ജഗത്തിന്റെ ഫുള്ള് സൃഷ്ടിയുടെ ഗുരുവായിട്ട് മാറാൻ ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കും എന്ന് ബാബ ചോദിക്കാം. ജബകി പതീത പാവൻ സർവ കാ സദ്ഗതി ദാത ഏക് ഹി ബാബ് ഹേ. ബാബ പറയുന്നത് പതീത പാവനൻ എല്ലാവരുടെയും സദ്ഗതി ദാതാവായ ആ ഒരേ ഒരു അച്ഛൻ തന്നെയാണ്. ബാപ്പ് തോ ഹേ നിരാകാർ, ഫിർ കൈസേ ലിബറേറ്റ് കർത്തേ ഹേ. ആ ബാബയാണെങ്കിലോ നിരാകാരനാണ്. ആ ബാബ, നിരാകാരനായ ബാബ എങ്ങനെ നമ്മളെ മുക്തി തരും നമുക്ക് അല്ലെ, നമ്മളെ മുക്തരാക്കുന്നത് എങ്ങനെയാണ്? ദുനിയ ബദൽത്തി ഹേ തോ സരൂർ ആക്ട് മേം ആയെങ്കേ തബ് തോ പതാ പടേഗ. ബാബ പറയുന്നത് ഈ ഒരു ലോകം പരിവർത്തനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ബാബ ഈ ഒരു അഭിനയത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാകും അല്ലെ. അതായത് ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ബാബയ്ക്ക് ഇവിടെ വരേണ്ടതുണ്ട്. ബാബയുടെ പാർട്ടാണ് ഇതിനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളത് അല്ലെ. അപ്പോൾ ബാബയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ വരണം. ആ അഭിനയം, ബാബയുടെ പാർട്ട് ഏതാണോ അത് ബാബയ്ക്ക് അഭിനയിക്കണം. അപ്പൊ ബാബ തീർച്ചയായിട്ടും വരും. അപ്പൊ നമുക്ക് മനസ്സിലാകും. ऐसे नहीं कि പ്രളയ ഹോ ജാതി ഹേ ഫിർ ബാപ്പ് നൈദ് സൃഷ്ടി രചത്തെ ഹേ. ബാബ പറയുന്നത് ഇങ്ങനെയില്ല. അതായത് പ്രളയം വരും, ഇത് മുഴുവനും നശിക്കും, പിന്നെ ബാബ പുതിയ ലോകം ഉണ്ടാക്കും, പുതിയ സൃഷ്ടി ഉണ്ടാക്കും. അങ്ങനെയില്ല എന്ന് ബാബ പറയാം. ശാസ്ത്രോं में दिखाया है बहुत बड़ी प्रलय होती है फिर पीपल के पत्ते पर कृष्ण आता है. അതായത് ശാസ്ത്രങ്ങളിൽ എന്താണ് കാണിക്കുന്നത്? വളരെ വലിയ പ്രളയമുണ്ടാകും, പിന്നീട് അതിനുശേഷം ആലിലയിൽ കൃഷ്ണൻ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ശാസ്ത്രത്തിൽ. പരന്തു ബാപ്പ് സമജാത്തേ ഹേ ഏസേ തോ ഹേ നഹി. പക്ഷെ ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, അങ്ങനെയൊരു കാര്യവുമില്ല. ഗായാ ജാത്താ ഹേ വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി റിപ്പീറ്റ് തോ പ്രളയ ഹോ നാ സകേ. ബാബ പറയാണ്, അതായത് പാടപ്പെട്ടിട്ടുണ്ട് ഈ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ പ്രളയമുണ്ടാകാൻ സാധ്യമല്ല എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. തുമാരെ ദിൽമേം ഹേ കി അബി യഹ് പുരാനി ദുനിയ ബദൽ രഹി ഹേ. ബാബ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതായത് ഇപ്പോൾ ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം നിങ്ങൾ കുട്ടികളുടെ ഉള്ളിലുണ്ട്. യഹ് സബ് ബാത്തേം ബാപ്പ് ഹി ആക്കർ സംജാത്തേ ഹേ. ബാബ പറയുന്നത് എല്ലാ കാര്യങ്ങളും ബാബ തന്നെ വന്നിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. യഹ് ലക്ഷ്മി നാരായൺ ഹേ നയി ദുനിയാ കെ മാലിക്. ബാബ പറയാണ്, ഈ ലക്ഷ്മി നാരായണൻ പുതിയ ലോകത്തിന്റെ അധികാരികളാണ്. തും ചിത്രോമേം ബി ദിക്കാത്തേ ഹോ കി പുരാനി ദുനിയാ കാ മാലിക് ഹേ രാവൺ. അതായത് നമ്മൾ ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട് അല്ലെ, പഴയ ലോകത്തിന്റെ അധികാരി ആരാണ്? രാവണനാണ്. അതും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. രാം രാജ് ഓർ രാവൺ രാജ് ഗായ ജാത്താ ഹേന. ബാബ പറയാണ്, രാമരാജ്യവും അതുപോലെ തന്നെ രാവണ രാജ്യവും പാടപ്പെട്ടിട്ടുണ്ടല്ലോ.
यह बातें तुम्हारी बुद्धि में है कि बाबा पुरानी आसुरीय दुनिया को खत्म कर नई दैविक दुनिया സ്ഥാപൻ കരാ രഹേ ഹേ. ബാബ പറയുന്നത് ഈ കാര്യവും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. അതായത് ബാബ ഈ പഴയ ആസുരീയ ലോകത്തെ ഇല്ലാതാക്കി പുതിയ ദൈവീക ലോകത്തെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇത് പഴയത് ആസുരീയ ലോകമാണ്. ഈ ആസുരീയ ലോകത്തെ ഇല്ലാതാക്കി ബാബ പുതിയ ദൈവീക ലോകമാണ് സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ മേ ജോ ഹൂം ജൈസാ ഹൂം കോയി വിരളാ ഹി സമജ്തേ ഹേ. ബാബ പറയാണ്, ഞാൻ എന്താണോ എങ്ങനെയാണോ ഇത് വളരെ കുറച്ചു പേരെ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ബാബ പറയാം. വഹ് ഭി തും നമ്പർവാർ പുരുഷാർത്ഥ അനുസാർ ജാൻതേ ഹോ ജോ അച്ഛേ പുരുഷാർത്ഥി ഹേ ഉൻകോ ബഡാ അച്ഛാ നശ രഹതാ ഹേ. ബാബ പറയുന്നത് അതും ഈ നമ്പർവാർ പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ് ഇതും മനസ്സിലാക്കുന്നത്. അല്ലെ, എല്ലാവരും ഒരുപോലെ ബാബയെ മനസ്സിലാക്കുന്നില്ല. ബാബ എന്താണോ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ കുട്ടികളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നില്ല. അതിലും നമ്പർ വൈസ് ആണ്. അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ് കുട്ടികളത് മനസ്സിലാക്കുന്നത്. ബാബ പറയാണ്, ആരാണോ നല്ല പുരുഷാർത്ഥി കുട്ടികൾ അവർക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കുന്നു. ബാബ പറയാം, വളരെ വലിയ ലഹരിയായിരിക്കും അവർക്ക്. യാദക്കെ പുരുഷാർത്ഥിക്കോ റിയൽ നശ ചടേക. അതായത് ഓർമ്മയിൽ ഇരിക്കുന്ന പുരുഷാർത്ഥി കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കാണ് സത്യമായിട്ടുള്ള ആ ലഹരി ഉയരുക എന്ന് ബാബ പറയാം. 84 के चक्र की नॉलेज समझाने में इतना नशा नहीं चढ़ता जितना याद की यात्रा में चढ़ता है. അപ്പൊ ബാബ പറയുന്നത് നമ്മൾ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ലഹരി ഉയരുമല്ലോ. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ലഹരി ഉണ്ടല്ലോ, അത്രയും ലഹരി ഈ 84 ജന്മത്തിന്റെ ചക്രം അല്ലെ, അതിന്റെ നോളജ് അറിയുമ്പോൾ നമുക്ക് ഇത്രയും ലഹരി ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാ. അപ്പോൾ ലഹരി എപ്പോഴും ഏതിലാണ്? ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുമ്പോഴാണ്. അപ്പൊ ആ ഓർമ്മയിൽ ഇരിക്കുന്ന അത്രയും ലഹരി നമുക്ക് ഈ നോളജ് മനസ്സിലാകുമ്പോൾ അത്രയ്ക്ക് ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. മൂൽ ബാത്ത് ഹേ ഹി പാവൻ ബന്നേക്കി. ബാബ പറയുന്നത് മുഖ്യമായ കാര്യം ഏതാണ്? പാവനമായിട്ട് മാറുന്നത് തന്നെയാണ്. പുക്കാർത്തെ ബി ഹേ ആക്കർ പാവൻ ബനാവോ. നമ്മൾ വിളിച്ചതും ബാബേനെ എങ്ങനെയാണ്? ബാബ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. ऐसा नहीं पुकारते कि आकर विश्व की बादशाही दो. ബാബ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയല്ല വിളിച്ചത്. അതായത് ബാബ വന്ന് ഞങ്ങളെ വിശ്വത്തിന്റെ ചക്രവർത്തിമാരാക്കി മാറ്റൂ, വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ കുട്ടികളെ വിളിച്ചത്. നമ്മൾ എങ്ങനെയാ വിളിച്ചത് ബാബയെ? ബാബ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ബാബനെ വിളിച്ചത്. ഭക്തി മാർഗമേം കഥായേം ബി കിത്തനി സുൻതേ ഹേ. ഭക്തി മാർഗത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സച്ചി സച്ചി സത്യനാരായൺ കി കഥാതോ യഹ് ഹേ. ബാബ പറയുന്നത് സത്യം സത്യമായ സത്യനാരായണ കഥ ഇതുതന്നെയാണ്. വഹ് കഥായേം തോ ജന്മ ജന്മാന്തർ സുൻതേ സുൻതേ നീച്ചേ ഹി ഉദർത്തെ ആയേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ ഭക്തി മാർഗത്തിലെ കഥകളുണ്ടല്ലോ, അത് നിങ്ങൾ ജന്മജന്മാന്തരം കേട്ട് കേട്ട് ഇപ്പൊ താഴേക്ക് വന്നിരിക്കുകയാണ് അല്ലെ, അധപതിച്ചിരിക്കുകയാണ് ഇത്രയും കഥകളെല്ലാം കേട്ടിട്ട്. ഭാരത് മേം ഹി യഹ് കഥായേം സുന്നേക റിവാജ് ഹേ ഓർ കോയി ഗണ്ട് മേം കഥായേം ആദി നെഹി ഹോത്തി. ബാബ പറയുന്നത് ഭാരതത്തിൽ തന്നെയാണ് ഈ കഥകളെല്ലാം കേൾക്കുന്ന രീതിയുണ്ടല്ലോ, അത് ഭാരതത്തിൽ തന്നെയാണ്, അല്ലാതെ വേറൊരു ഖണ്ഡത്തിലും ഇങ്ങനെ കഥകളുടെയൊന്നും കാര്യം തന്നെ ഇല്ല എന്ന് ബാബ പറയാം. ഭാരത് കോ ഹി റിലീജിയസ് മാൻതേ ഹേ. ഭാരതത്തെ തന്നെയാണ് ധർമ്മത്തിന്റെ രാജ്യം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്, ഭാരതത്തെ തന്നെയാണ്. ഡേർ കെ ഡേർ മന്ദിർ ഭാരത് മേം ഹേ. അതായത് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ എവിടെയാണ്? ഭാരതത്തിൽ തന്നെയാണെന്ന് ബാബ പറയാം. ക്രിസ്ത്യൻ കി തോ ഏക് ഹി ചർച്ച് ഹോത്തി ഹേ. ക്രിസ്ത്യൻസിന് നോക്കുകയാണെങ്കിലോ അവർക്കൊരു പള്ളി മാത്രമാണുള്ളത്. യഹാം തോ കിസം കിസം കെ ഡേർ മന്ദിർ ഹേ.
ബാബ പറയാണ്, പക്ഷെ ഇവിടെ നോക്കൂ, എത്ര വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. വാസ്തവ് മേം ഏക് ഹി ശിവബാബ കാ മന്ദിർ ഹോനാ ചാഹിയേ. വാസ്തവത്തില് ഒരു ശിവബാബയുടെ ക്ഷേത്രം മാത്രമേ വേണ്ടുള്ളൂ, അത്രേ പാടുള്ളൂ. ശരിക്കും ബാബ പറയാ, നാംബി ഏക് കാ ഹോനാ ചാഹിയേ, പേരും ഒന്നേ പാടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ എത്രയധികം അല്ലെ, ശിവക്ഷേത്രങ്ങളുണ്ട്, വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളുണ്ട്, ദേവീദേവതമാരുടെ ഉണ്ട്, അങ്ങനെ എത്ര ക്ഷേത്രങ്ങളുണ്ട്, വ്യത്യസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേരും വളരെ വ്യത്യസ്തമാണ്. അതിൽ ശിവക്ഷേത്രം തന്നെ നോക്കുകയാണെങ്കിൽ ശിവക്ഷേത്രത്തിന്റെ പേരുകളും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ബാബ പറയുന്നത് ഒരേ ഒരു ശിവക്ഷേത്രമേ ഇവിടെ പാടുള്ളൂ, അത് മാത്രമല്ല അതിന് പേരും ഒന്നേ പാടുള്ളൂ. യഹാം തോ ഡേർ നാമഹേ, ഇവിടെയാണെങ്കിലോ ഒരുപാട് പേരുകളാണെന്ന് ബാബ പറയാം. വിലായത്ത് വാലേ ബി യഹാം മന്ദിർ ദേക്കിനെ ആത്തേഹേ, വിദേശത്തുള്ളവരും ഇവിടെ വരുന്നുണ്ട്, ഈ ക്ഷേത്രങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട് എന്ന് ബാബ പറയാം. ബിചാരോം കോ യഹ് പതാ നഹി കി പ്രാചീൻ ഭാരത് കൈസാദാ. ബാബ പറയുന്ന പാവങ്ങൾക്ക്, അതായത് ഈ വിദേശത്തുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. അതായത് പ്രാചീന ഭാരതം എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളൊന്നും വിദേശത്തുള്ളവർക്ക് അറിയുന്നില്ല. 5000 വർഷ സേ തോ പുരാനി കോയി ചീസ് ഹോത്തി നഹി. ബാബ പറയുന്നത് 5000 വർഷത്തിന് മുകളിലുള്ള യാതൊരു വസ്തുവും ഇവിടെ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. വഹുത്തോ സമജ്തേ ഹേ കി ലാഖോ വർഷയ്ക്ക് പുരാനി ചീസ് മിലി. പക്ഷെ മനുഷ്യരെന്താ മനസ്സിലാക്കുന്നത്, ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള വസ്തുക്കളെല്ലാം കിട്ടിയെന്ന് പറയും. ബാപ്പ് സംജാത്തെ ഹേ യഹ് മന്ദിർ മേം ചിത്ര ആദി ജോ ബനെ ഹേ ഉൻകോ 2500 വർഷ ഹി ഹുയേ ഹേ, പഹലെ ശിവ് കി ഹി പൂജ ഹോത്തി ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ ക്ഷേത്രത്തിലൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ബാബ പറയുന്നത് അതെല്ലാം 2500 വർഷങ്ങളെ ആയിട്ടുള്ളൂ അതൊക്കെ ഉണ്ടാക്കിയിട്ട്. ആദ്യം ശിവന്റെ തന്നെയായിരുന്നു പൂജ ഉണ്ടായിരുന്നത്. വഹ്ഹെ അവ്യഭിചാരി പൂജ, അതിനെയാണ് പറയുന്നത് അവ്യഭിചാരി പൂജ. വൈസേഹി അവ്യഭിചാരി ജ്ഞാൻ ബി കഹാ ജാതാ ഹെ, അതുപോലെ തന്നെ അവ്യഭിചാരി ജ്ഞാനം എന്നും പറയുന്നുണ്ട്. പഹലെ അവ്യഭിചാരി പൂജ ഫിർ ഹേ വ്യഭിചാരി പൂജ. ബാബ പറയാണ് ആദ്യം ഉണ്ടായിരുന്നത് അവ്യഭിചാരി പൂജയായിരുന്നു, പിന്നീട് അതെല്ലാം മാറി വ്യഭിചാരി പൂജയായി മാറി. വ്യഭിചാരി പൂജ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ പൂജിച്ചു തുടങ്ങി. ആദ്യം ഒരേ ഒരു ശിവനെ മാത്രമായിരുന്നു പൂജിച്ചിരുന്നത്, ഒരേ ഒരു ശിവക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൃഷ്ണന്റെ ക്ഷേത്രങ്ങള്, ദേവി ദേവതമാരുടെ ക്ഷേത്രങ്ങള്, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളായി, ഒരുപാട് പേരുടെ പൂജ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് വ്യഭിചാരി പൂജയായി മാറിയത്. അബുത്തോ ദേക്കോ പാനി മിട്ടിക്ക് പൂജ കർത്തേ രഹത്തെ ഹേ. ബാബ പറയാണ് ഇപ്പൊ നോക്കൂ, ഇപ്പൊ വെള്ളത്തെയും മണ്ണിനെയും ഒക്കെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ബാബ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, അതായത് ഭക്തി അത്രയ്ക്കും തമോ പ്രധാനമായി. കല്ലിനെയും മണ്ണിനെയും വെള്ളത്തിനെയും ഒക്കെ പൂജിച്ചു തുടങ്ങി. കാരണം അത്രയ്ക്കും തമോ പ്രധാനമായി, വളരെ അന്ധവിശ്വാസമായി, ഘോര അന്ധകാരമായി എന്നൊക്കെ ബാബ പറയുന്നുണ്ടല്ലോ. അബി ബേഹദ് കാ ബാപ്പ് കഹത്തെ ഹേ തുമ്നെ കിത്നാ ധൻ ഭക്തി മാർഗ് മേ ഗവായാ ഹേ. ഇപ്പൊ പരിധിയില്ലാത്ത അച്ഛൻ പറയുകയാണ്, നിങ്ങൾ കുട്ടികൾ എത്രമാത്രം ധനമാണ് ഭക്തി മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചത്. കിത്തനെ അദാഹ് ശാസ്ത്ര അദാഹ് ചിത്ര ഹേ. ബാബ പറയണ എത്രത്തോളം അളവറ്റ ശാസ്ത്രങ്ങളും അളവറ്റ ചിത്രങ്ങളുമാണ് അല്ലെ. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. ഉപനിഷത്തുകളും പുരാണങ്ങളും അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിലോ ഭക്തിമാർഗത്തിൽ എത്രമാത്രം ചിത്രങ്ങളാണ്. ഗീതായേം കിത്തിനി ഡേർക്കി ഡേർ ഹോഗി. ഈ ഗീത തന്നെ എത്ര തന്നെ വെറൈറ്റിയാണ് ഗീത തന്നെ. ഇൻ സബ് പർ ഗർച്ച കർത്തേ കർത്തേ ദേഖോ തും ക്യാ ഹോ ഗയേ ഹോ. ബാബ പറയണ നിങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഈ ചെലവ് ചെയ്ത് ഇപ്പൊ നോക്കൂ നിങ്ങൾ എന്തായി മാറിയിരിക്കുന്നു. നോക്കാൻ പറയാ ബാബ.
കൽ തുംകോ ഡബിൾ സിർതാജ് ബനായാദാ ഫിർ തും കിത്തനെ കങ്കാൾ ഹോ ഗയേ ഹോ. ബാബ പറയാണ്, ഇന്നലെ ഞാൻ നിങ്ങളെ ഡബിൾ ഇരട്ട കിരീടധാരികളാക്കി മാറ്റിയതായിരുന്നു. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര ദരിദ്രമായിരിക്കുന്നു നിങ്ങളുടെ അവസ്ഥ. കൽക്കി ഹി തോ ബാത്ത് ഹേന, ഇന്നലത്തെ കാര്യമല്ലേ അല്ലെ. അപ്പൊ ബാബ നമ്മളെ ഇരട്ട കിരീടധാരികളാക്കി മാറ്റി. അത്രയ്ക്കും സമ്പൽ സമൃദ്ധമാക്കിയിരുന്നു ബാബ നമ്മളെ. എല്ലാ ഗുണങ്ങളാലും ശക്തികളാലും അലങ്കരിച്ച് അത്രയ്ക്കും ഉയർന്നതാക്കി മാറ്റിയിരുന്നു. ഇപ്പൊ ബാബ പറയാം, നിങ്ങളുടെ അവസ്ഥ എന്തായി മാറിയിരിക്കുന്നു എന്ന് നോക്കാൻ പറയാ ബാബ. തുമ്പി സമജത്തെ ഹോ ബരോബർ ഹംനെ 84 കാ ചക്ര ലഗായാ ഹെ. നിങ്ങൾക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്, അതായത് നമ്മൾ 84 ജന്മം എടുത്തിട്ടുണ്ട്. അബി ഹം ഫിർസെ യഹ് ബൻ രഹേ ഹെ. ഇപ്പൊ നമ്മൾ വീണ്ടും അതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബാസെ വർഷ ലേ രഹേ ഹെ. ബാബയിൽ നിന്ന് നമ്മൾ സമ്പത്തും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ഗഡി ഗഡി താക്കീത് കർത്തേ ഹേ, അതായത് പുരുഷാർത്ഥ കരാത്തേ ഹേ. ബാബ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഗീത മേംബി അക്ഷർ ഹേ മന്മനാഭവ. ഗീതയിലും ഈ ഒരു അക്ഷരമുണ്ട്. ഏതാണ്? മന്മനാഭവ. അതായത് ബാബ ഇന്നലെയും പറഞ്ഞു, ഗീതയിൽ ആദിയിലുമുണ്ട് അന്ത്യത്തിലുമുണ്ട് ഈ അക്ഷരം മന്മനാഭവ എന്ന അക്ഷരം. കോയി കോയി അക്ഷർ ടീക്ക് ഹേ. അപ്പൊ ബാബ പറയാണ്, ഈ ഗീതയിലുള്ള ചില അക്ഷരങ്ങളൊക്കെ ശരിയാണ്, ബാക്കി ചിത്ര ഹേ എന്ന് പറയാം. അതായത് ബാബ പറയാന്നത്, ഗീതയില് അക്ഷരങ്ങള് ചിലതൊക്കെ ശരിയാണ്. പിന്നെ ബാബ പറയാണ്, ഇപ്പൊ ദേവി ദേവത ധർമ്മം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ധർമ്മം ഇപ്പൊ ഇല്ല. ബാക്കി നോക്കുകയാണെങ്കിൽ ചിത്രങ്ങളുണ്ട് അല്ലെ. ആ കാലത്തെ ചിത്രങ്ങളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ ആ ധർമ്മം ഇപ്പോൾ ഇല്ല. തുമാരാ യാദ്ഗാർ ദേക്കോ കൈസെ അച്ഛാ ബനായ ഹുവാ ഹേ. ബാബ പറയാണ്, നിങ്ങളുടെ ഓർമ്മ ചിഹ്നം ഏതാണ്? നമ്മുടെ ഓർമ്മ ചിഹ്നം ദിൽവാഡ മന്ദിർ അല്ലെ. അത് നിങ്ങൾ നോക്കൂ, എത്ര നല്ല രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. തും സമജത്തെ ഹോ അബി ഹം ഫിർസെ സ്ഥാപൻ കർ രഹേ ഹേ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോ നമ്മൾ വീണ്ടും അതിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിർ ഭക്തി മാർഗമേം ഹമാരാ ഹി ഏക്കുറേറ്റ് യാദ്ഗാർ ബനേങ്കെ. ബാബ പറയുന്നത്, പിന്നീട് ഭക്തി മാർഗം എത്തുമ്പോൾ നമ്മളുടെ നമ്മുടെ ഓർമ്മ ചിഹ്നം വീണ്ടും അത് സ്ഥാപിക്കും. ഫിർ ഭക്തി മാർഗമേം ഹമാരാ ഹി ഏക്കുറേറ്റ് യാദ്ഗാർ ബനേങ്കെ. എർത്തുക്ക് ആദി ഹോത്തി ഹേ ഉസ്മേം സബ് കദം ഹോ ജാത്തെ ഹേ. ബാബ പറയുന്നത്, ഈ ഭൂകമ്പമൊക്കെ വരുമ്പോ അതില് ഇതെല്ലാം ഇല്ലാതാകും. പിന്നീട് ഭക്തിമാർഗം ഇനി വരുമ്പോൾ വീണ്ടും ഇത് നിർമ്മിക്കപ്പെടും. അതാണ് ബാബ പറയുന്നത്. പിന്നെ ബാബ പറയാണ്, ഫിർ വഹാം സബ് തും നയാ ബനായെങ്കെ. പിന്നെ ബാബ പറയാണ്, പിന്നെ നിങ്ങള് അതായത് വീണ്ടും നിങ്ങൾ ഇത് പുതിയത് ഉണ്ടാക്കുന്ന ബാബ പറയാം. ഭക്തിമാർഗം വരുമ്പോ വീണ്ടും നിങ്ങളിത് പുതിയത് അവിടെ ഉണ്ടാക്കും. പൂണർത്തോ വഹാം രക്താ ഹേന. ബാബ പറയുന്നത്, ഈ കല ഉണ്ടാക്കാനുള്ള കലയൊക്കെ ഉണ്ടാവുമല്ലോ, അത് അവിടെയും ഉണ്ടാകും. ഹീരെ കാട്നെ കാബി ഹൂണർ ഹേ. ബാബ പറയുന്നത്, ഈ വജ്രം കട്ട് ചെയ്യുമല്ലോ, അതും ഒരു കലയാണ്. യഹാംബി ഹീരോം കോ കാട്തേ ഹേ ഫിർ ബനാത്തേ ഹേ. ഇവിടെ ബാബ പറയുന്നത്, ഇവിടെയും ഈ വജ്രത്തെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഉണ്ടാക്കുന്നുമുണ്ടെന്ന് ബാബ പറയാം. ഹീരെ കാട്നെ വാലേ ബി ബഡേ എക്സ്പേർട്ട് ഹോത്തേ ഹേ. ബാബ പറയുന്നത്, ഈ വജ്രം കട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവരും വളരെയധികം എക്സ്പേർട്സ് ആണ് അല്ലെ. അവർക്ക് അതിൽ വളരെയധികം അവര് പ്രാവീണ്യം ഉണ്ടായിരിക്കുമല്ലോ. വഹ് ഫിർ വഹാം ജായെങ്കെ. അതായത് അവര് അവിടേക്ക് വരും, അതായത് സത്യയുഗത്തിലേക്ക് അവരും വരും. വഹാം യഹ് സബ് ഹൂണർ ജായേഗ. ഈ എല്ലാവരും അവിടേക്ക് പോകും അല്ലെ. ഏതൊക്കെ വിഭാഗത്തില് പ്രാവീണ്യമുള്ളവരുണ്ടോ അല്ലെ, ഓരോ കലകളുണ്ടല്ലോ, അതിലൊക്കെ പ്രാവീണ്യം നേടിയവരെല്ലാവരും ആ സംസ്കാരം എടുത്തുകൊണ്ട് എവിടെ പോകും? സത്യയുഗത്തിലേക്ക് പോകും. തും ജാൻതേ ഹോ വഹാം കിത്ന സുഖ ഹോഗ. ബാബ പറയണം, നിങ്ങൾ കുട്ടികൾക്കറിയാമോ അവിടെ എത്ര സുഖമുണ്ടായിരിക്കും? അത്രയ്ക്കും സുഖമുണ്ടായിരിക്കും അവിടെ. ഇൻ ലക്ഷ്മി നാരായൺ കാ രാജ്യദാന. ബാബ പറയുന്നത്, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നില്ലേ അവിടെ? നാം ഹി ഹേ സ്വർഗ്. ബാബ പറയുന്നത്,
പേര് തന്നെ എന്താണ്? സ്വർഗം എന്നാണ്. 100% സോൾവെന്റ്, 100% അവിടെ പവിത്രതയാണ്. അല്ലെ, ലക്ഷ്മി നാരായണന്റെ രാജ്യത്തില് 100% പവിത്രതയാണ്. അത്രയ്ക്കും അവിടെ സുഖ സമ്പൽ സമൃദ്ധിയാണ് അവിടെ. അബീതോഹെ ഇൻസോൾവെന്റ്. ഇപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നോക്കാണെങ്കിലോ അപവിത്രമാണെന്ന് ബാബ പറയാം. അതായത് ഇപ്പോ അപവിത്രതയാണ്. പക്ഷെ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ എന്താണ്? 100% പവിത്രതയാണ്. ഭാരത് മേം ജവഹരാത്ത് ക ബഹുത് ഫാഷൻ ഹെ ജോ പരമ്പര ചലാ ആതാ ഹെ. ബാബ പറയുന്നത് ഭാരതത്തിലാണെങ്കിലോ ഈ വജ്രവൈഡൂര്യങ്ങളുടെ ഒക്കെ വളരെയധികം ഫാഷനാണെന്ന് ബാബ പറയാം. അതുതന്നെയാണ് പരമ്പരയായിട്ട് ഈ നടന്നു വരുന്നതും. തോ തും ബച്ചോം കോ കിത്നി ഖുഷി രഹ്നി ചാഹിയേ. അതുകൊണ്ട് ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം. തും ജാൻതേ ഹോ യഹ് ദുനിയ ബദൽ രഹി ഹേ. അതായത് നിങ്ങൾക്കറിയാം ഈ ലോകം, ഈ മോശമായ ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. अब स्वर्ग बन रहा है उसके लिए हमको पवित्र जरूर बनना है. അപ്പൊ ബാബ പറയാണ്, ഇപ്പോ സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പവിത്രമായിട്ട് മാറണം. അല്ലെ, പവിത്രമായിട്ട് മാറിയാലല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കോ. दैविक गुण भी धारण करने हैं, इसलिए बाबा कहते हैं चार्ट जरूर लिखो. അപ്പൊ നിങ്ങൾക്ക് പവിത്രമായിട്ട് മാറുകയും വേണം, ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യുകയും വേണം. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ തീർച്ചയായും ചാർട്ട് എഴുതൂ. ഹം ആത്മാനെ കോയി ആസുരിയ ആക്ട് തോ നഹി കിയ. ചാർട്ടിൽ നമ്മൾ എന്തെഴുതണം? അതായത് നമ്മൾ ആത്മാക്കള് യാതൊരു തരത്തിലുള്ള ആസുരീയ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പനേക്കോ ആത്മാ പക്കാ സമജോ. ബാബ പറയുന്നു, നിങ്ങൾ നിങ്ങളെ ആത്മാവാണെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കൂ. അല്ലെ, അതിലൊരു സംശയവും വരരുത്. ഇസ് ശരീർ സെ കോയി വികർമ്മത്തോ നഹി കിയ. ഈ ശരീരം കൊണ്ട് നമ്മൾ യാതൊരു വികർമ്മവും ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം, ചാർട്ടിൽ എഴുതണം. അഗർ കിയാത്തോ രജിസ്റ്റർ ഖരാബ് ഹോ ജായേഗ. ഇനി അഥവാ നിങ്ങൾ ഈ ശരീരത്തിലൂടെ എന്തെങ്കിലും വികർമ്മം ചെയ്യുകയാണെങ്കിൽ ബാബ പറയാണ്, നിങ്ങളുടെ രജിസ്റ്റർ വളരെ മോശമാകും. യഹ് ഹേ 21 ജന്മോം കി ലോട്ടറി. ഇത് 21 ജന്മത്തേക്കുള്ള ലോട്ടറിയാണ്. യഹ് ബി റേസ് ഹേ. ഇതും ഒരു ഓട്ടപ്പന്തയമാണ് എന്ന് ബാബ പറയാ. ഗോഡേക്ക് ദൗഡ് ഹോത്തി ഹേന. ഇപ്പൊ കുതിരപ്പന്തയമൊക്കെ ഉണ്ടാകുമല്ലോ. इसको कहते हैं राजस्व अश्वमेध अविनाशी रुद्रागीता ज्ञान यज्ञ. स्वराज के लिए अश्वयानी तुम ആത്മാവോം കോ ദൗഡി ലഗാനി ഹേ. ബാബ പറയുന്നത്, ഈ യജ്ഞത്തിന്റെ പേര് ബാബ പറയുന്നുണ്ട്, രാജസ്വ അശ്വമേധ അവിനാശി രുദ്രാഗീത ജ്ഞാനയജ്ഞം. അല്ലെ, അപ്പൊ ഇതില് നമ്മൾ എന്താണ്? സ്വരാജ്യത്തിനു വേണ്ടി. അശ്വം അഥവാ നമ്മൾ ആത്മാക്കൾ. അപ്പൊ നമ്മൾ ആത്മാക്കളെ ഇവിടെ കുതിരയായിട്ടാണ് ബാബ പറയുന്നത്. അപ്പൊ സ്വരാജ്യത്തിനു വേണ്ടി നമ്മൾ ആത്മാക്കൾക്ക് ഇവിടെ ഓട്ടപ്പന്തയം നടത്തിയേ തീരൂ. അല്ലെ, അപ്പൊ വാപ്പസ് ഘർ ജാനാ ഹെ. ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബാബ പറയാണ്, ഉസ്കോ സ്വീറ്റ് സൈലൻസ് ഹോം കഹാ ജാതാ ഹെ. നമ്മളുടെ വീടിന് എന്താ ബാബ പറയുന്നത്? സ്വീറ്റ് സൈലൻസ് ഹോം. അല്ലെ, മധുരമായ സൈലന്റ് ആയിട്ടുള്ള ശാന്തമായ വീടാണ്. അപ്പൊ ബാബ പറയുന്നത്, യഹ് അക്ഷർ തും അബി സുൻതേ ഹോ. ഈ ഒരു അക്ഷരം നിങ്ങൾ ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്. അല്ലെ, ബാബയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ വീട് സത്യമായ ശാന്തിധാമമാണ്, മധുരമായ ശാന്തിധാമമാണെന്ന് ബാബയാണ് മനസ്സിലാക്കി തന്നത്. അപ്പോ ഈ ഒരു അക്ഷരം, അല്ലെ, മധുരമായ ശാന്തിധാമം, സ്വീറ്റ് സൈലൻസ് ഹോം എന്നുള്ള ആ അക്ഷരം നമ്മൾ ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്. അബ് ബാപ്പ് കഹത്തെ ഹേ ബച്ചേ ഖൂബ് മെഹനത്ത് കരോ. ഇപ്പൊ ബാബ പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കൂ. രാജായി മിൽത്തി ഹേ കം ബാത്ത് തോടെ ഹി ഹേ. ബാബ പറയുന്നത്, നിങ്ങൾക്ക് രാജ്യ പദവിയാണ് ലഭിക്കുന്നത്, ഇതെന്താ ചെറിയ കാര്യമാണോ എന്ന് ബാബ ചോദിക്കുക. അപ്പൊ നിങ്ങൾ അത്രയും നന്നായി പുരുഷാർത്ഥം ചെയ്യൂ എന്ന് ബാബ പറയാ.
കാരണം ബാബയ്ക്ക് നമ്മൾ കുട്ടികൾ നല്ല ഉയർന്ന പദവിയിലേക്ക് പോകാനാണ് ബാബ ആഗ്രഹിക്കുന്നത്. അതാണ് ബാബ പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ, രാജ്യ പദവിയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. മേ ആത്മാഹൂം ഹംനെ ഇത്തനെ ജന്മലിയാഹേ, ഞാൻ ആത്മാവാണ്, ഞാൻ തന്നെയാണ് ഇത്രയും ജന്മങ്ങളെല്ലാം എടുത്തത്. അപ്പൊ ബാബ കഹത്തെ ഹേ തുമാര 84 ജന്മ പൂരേ ഹുയേ. ഇപ്പൊ ബാബ പറയുകയാണ്, നിങ്ങളുടെ 84 ജന്മം പൂർത്തിയായിരിക്കുന്നു. അബ് ഫിർ പഹലെ നമ്പർ സെ ശുരു കർണാ ഹെ. ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും ആദ്യത്തെ നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ബാബ പറയാം. നയേ മഹലോമേം സരൂർ ബച്ചേ ഹി ബൈഠേങ്കെ. ബാബ പറയുന്നത്, ഈ പുതിയ കൊട്ടാരത്തിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾ തന്നെയാണ് ഇരിക്കുക. പുരാനേ മേന്തോ നഹി ബൈഠേങ്കെ, നിങ്ങൾ പഴയതിൽ ഒന്നിലിരിക്കില്ല, നിങ്ങൾ പുതിയ കൊട്ടാരത്തിൽ തന്നെയാണ് ഇരിക്കുക. പുരാനേ മേന്തോ നഹി ബൈഠേങ്കെ ऐसे तो नहीं, खुद पुराने में बैठे और नए में किराए वालों को बिठाएंगे. ബാബ പറഞ്ഞത് ഇങ്ങനെയില്ല, അതായത് സ്വയം പഴയതിലിരുന്ന് പുതിയത് വാടകക്കാർക്ക് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല എന്ന് ബാബ പറയാം. തും ജിത്നി മെഹനത്ത് കരേങ്കെ നയി ദുനിയാക്ക മാലിക് ബനേങ്കെ. ബാബ പറയുന്നത്, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കുന്നുവോ നിങ്ങൾ പുതിയ ലോകത്തിന്റെ അധികാരിയായിട്ട് മാറും. നയാ മക്കാൻ ബൻതാ ഹേ തോ ദിൽ ഹോത്തി ഹേ പുരാനെ കോ ചോട് നയേ മേം ബൈഠേ. ബാബ പറയാണ്, പുതിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, പഴയ കെട്ടിടത്തെയൊക്കെ ഉപേക്ഷിച്ച് പുതിയതിൽ പോയിട്ടിരിക്കാം എന്നാഗ്രഹിക്കും. ബാപ്പ് ബച്ചോം കെ ലിയേ നയാ മക്കാൻ बनाते ही तब है जब पहला मकान पुराना होता है. അപ്പൊ ബാബ പറയാണ്, ബാബ കുട്ടികൾക്ക് വേണ്ടി പുതിയ കെട്ടിടം എപ്പോഴാണ് ഉണ്ടാക്കുക? എപ്പോഴാണോ പഴയ കെട്ടിടം, അല്ലെ, പഴയ കെട്ടിടം, അതായത് ആദ്യത്തെ കെട്ടിടം പഴയതായിട്ട് മാറുന്നത്. എപ്പോഴാണോ ആദ്യത്തെ കെട്ടിടം പഴയതായിട്ട് മാറുന്നത്, അപ്പോഴാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നത്. വഹാം കിരായെ പർ ദേനെ കി തോ ബാത് ഹി നഹി. അവിടെ നിങ്ങൾ ഇങ്ങനെ വാടകയ്ക്കൊന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്ന് ബാബ പറയാം. ജൈസെ വോ ലോഗ് മൂൺ പർ ഫ്ലാറ്റ് ലേനെ കി കോശിഷ് കർത്തേ ഹേ തും ഫിർ സ്വർഗമേ ഫ്ലാറ്റ് ലേ രഹേ ഹോ. അപ്പൊ ബാബ പറയാണ്, എങ്ങനെയാണോ ജനങ്ങള് ഈ ചന്ദ്രനിലൊക്കെ ഫ്ലാറ്റ് എടുക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നത്, പക്ഷെ ഇവിടെ നിങ്ങൾ കുട്ടികളോ സ്വർഗത്തിലാണ് ഫ്ലാറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ജിത്തന ജിത്തന ജ്ഞാൻ ഓർ യോഗമേം രഹേങ്കെ ഉത്തന പവിത്ര ബനേങ്കെ. ബാബ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ജ്ഞാനത്തിലും യോഗത്തിലും ഇരിക്കുന്നുവോ അത്രയും നിങ്ങൾ പവിത്രമായിട്ട് മാറും. യഹ് ഹേ രാജयोग കിത്നി ബഡി രാജായി മിലേഗി. ബാബ പറയുന്നത്, ഇതാണ് രാജയോഗം, അതായത് എത്ര വലിയ രാജ്യ പദവിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ബാക്കി യഹ് ജോ മൂൺ ആദി പർ ഫ്ലാറ്റ് ഡൂൺതേ രഹത്തെ ഹേ വഹ് സബ് വ്യർത്ഥ് ഹേ. ബാബ പറയുന്നത്, ബാക്കി ഈ ചന്ദ്രനിലൊക്കെ പോയി ഈ ഫ്ലാറ്റുകളെല്ലാം തിരയുന്നുണ്ടല്ലോ, ബാബ പറയുന്നത് അതെല്ലാം വ്യർത്ഥമായ കാര്യങ്ങളാണെന്ന് ബാബ പറയാം. യഹി ചീസേം ജോ സുഖ് ദേനെ വാലി ഹേ വഹി ഫിർ വിനാശ് കർണേ ദുഃഖ് ദേനെ വാലി ബൻ ജായേങ്കി. ബാബ പറയുന്നത്, ഇപ്പോൾ ഉള്ള ഏതൊക്കെ വസ്തുക്കളാണോ നിങ്ങൾക്ക് സുഖം തന്നുകൊണ്ടിരിക്കുന്നത്, അതേ വസ്തുക്കൾ തന്നെ പിന്നീട് വിനാശവും ഉണ്ടാക്കും, അതുപോലെ ദുഃഖവും തരാൻ കാരണമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ആകെ ചൽക്കർ ലഷ്കർ ആദി സബ് കം ഹോ ജായേഗ. മുന്നോട്ട് പോകുന്തോറും ബാബ പറയുന്നത്, ഈ സൈന്യമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കുറയും. ബോം സേഹി ഫട്ടാഫട്ട് കാം ഹോത്താ ജായേഗ. ബാബ പറയുന്നത്, ഈ ബോംബിലൂടെയാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. യഹ് ഡ്രാമ ബനാ ഹുവാ ഹേ സമയ് പർ അചാനക് വിനാശ് ഹോത്താ ഹേ. ബാബ പറയാണ്, ഈ ഒരു നാടകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്, സമയമനുസരിച്ച് പെട്ടെന്ന് തന്നെ വിനാശം സംഭവിക്കൂ. ഫിർ സിപാഹി ആദി ബി മർ ജാത്തെ ഹേ. ബാബ പറയുന്നത്, പിന്നീട് ഈ സൈനികരെല്ലാം അതിൽ മരിച്ചു പോകും. തും അബ് ഫരിഷ്തെ ബൻ രഹേ ഹോ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ
ഫരിസ്തകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തും ജാൻതേ ഹോ ഹമാരെ കാത്തിർ വിനാശ് ഹോത്താ ഹെ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കറിയോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിനാശം ഉണ്ടാകുന്നത് അല്ലേ. ഡ്രാമാമേം പാർട്ട് ഹേ പുരാനി ദുനിയ കലാസ് ഹോ ജാതി ഹെ. അതായത് ബാബ പറയാണ് ഡ്രാമയിലും ഈ പാർട്ടുണ്ട്. അതായത് പഴയ ലോകം എന്തായാലും ഇല്ലാതാകണം. ആ പാർട്ട് ഡ്രാമയിലുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും പഴയ ലോകം ഇല്ലാതാകും. ജോ ജൈസാ കർമ്മ കർത്തേ ഹേ ഐസാ തോ ഭോഗന ഹേന. ബാബ പറയുന്നത് ആര് എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത് അങ്ങനെ അത് അനുഭവിക്കുകയും വേണം അല്ലെ. ബാബ പറയില്ലേ കർമ്മം എന്താണോ അതിനനുസരിച്ച് കർമ്മഫലവും നമ്മൾ അനുഭവിക്കണം. അപ്പൊ അതാ ബാബ പറയുന്നത് ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അങ്ങനെ അനുഭവിക്കുകയും വേണം. അബ് സമജോ സന്യാസി അച്ചേ ഹേ ജന്മ തോ ഫിർ ബി ഗൃഹസ്ഥിയോ പാസ് ലേങ്കേന. ബാബ പറയുന്നത് ഇപ്പൊ നോക്കൂ, ഈ സന്യാസിമാര് വളരെ നല്ലതാണ്. പക്ഷെ അവര് ജന്മം എവിടെ എടുക്കുന്നത്? ഗൃഹസ്ഥികളുടെ അടുത്താണല്ലോ ജന്മം എടുക്കുന്നത്. ശ്രേഷ്ഠ ജന്മത്തോ തുമക്കോ നയി ദുനിയാമേ മിൽനാ ഹേ ഫിർ ബി സംസ്കാർ അനുസാർ ജാക്കർ വഹ് ബനേങ്കെ. ബാബ പറയുന്നത് ശ്രേഷ്ഠമായ ജന്മം നിങ്ങൾക്ക് പുതിയ ലോകത്തിലാണ് കിട്ടുക. ഇപ്പൊ സന്യാസിമാര് അവര് പവിത്രമായി ജീവിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ജന്മം വികാരത്തിലൂടെയാണല്ലോ സംഭവിക്കുന്നത്. പക്ഷെ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളുടേതാണ് ശ്രേഷ്ഠമായ ജന്മം. അതെവിടെ ഉണ്ടാകുക? അത് പുതിയ ലോകത്തിൽ തന്നെയാണ് ഉണ്ടാവുക എന്ന് ബാബ പറയാം. പിന്നീട് സംസ്കാരമനുസരിച്ച് പോയിട്ട് എങ്ങനെയാണോ നമ്മൾ സംസ്കാരം എടുത്തിട്ടുള്ളത് അതായിട്ട് മാറും അല്ലെ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ പുരുഷാർത്ഥം ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ സംസ്കാരങ്ങളാണോ ധാരണ ചെയ്തിരിക്കുന്നത് അതുപോലെ അവിടെ പോയിട്ടായി മാറും. തും അഭി സംസ്കാർ ലേ ജാത്തേ ഹോ നയി ദുനിയാ കേ ലിയെ. ഇപ്പൊ നമ്മള് സംസ്കാരങ്ങൾ എന്തിനെടുക്കുന്നത്? പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണെന്ന് ബാബ പറയാ. ജന്മ ബി ജരൂർ ഭാരത് മേം ലേങ്കെ. നിങ്ങൾ തീർച്ചയായിട്ടും ഭാരതത്തിൽ തന്നെയാണ് ജന്മമെടുക്കുക. जो बहुत अच्छे रिलीजियस माइंडेड होंगे उनके पास जन्म लेंगे क्योंकि तुम कर्म ही ऐसे करते हो. അപ്പൊ ബാബ പറയുന്നത് ആരാണോ വളരെ നല്ല രീതിയിൽ ധാർമ്മിക ബോധമുള്ളവര് അവരുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ജന്മമെടുക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അത്രയ്ക്കും നല്ല കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ ശരീരം വിടുകയാണെങ്കിൽ എന്താണ്, നമ്മൾ വളരെ ഉയർന്ന കുടുംബത്തിൽ വളരെ ധാർമ്മിക ബോധമുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ടാണ് ജന്മമെടുക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മം അങ്ങനെയുള്ളതാണ്. ജൈസെ ജൈസെ സംസ്കാർ ഉസ് അനുസാർ ജന്മലേത്തെ ഹെ. ബാബ പറയുന്നത് എങ്ങനെയാണോ സംസ്കാരങ്ങള് അതിനനുസരിച്ചിട്ടാണ് ജന്മവും ഉണ്ടാകുന്നത്. തും ബഹുത്ത് ഊഞ്ച് കുൽമേം ജാക്കർ ജന്മലേങ്കെ. ബാബ പറയാണ് നിങ്ങൾ വളരെ ഉയർന്ന കുലത്തിൽ പോയി ജന്മമെടുക്കും. തുമാരെ ജൈസ കർമ്മ കർണേ വാലാത്തോ കോയി ഹോഗാ നഹി. ബാബ പറയാണ് നിങ്ങളുടെ പോലെ ഇത്രയും നന്നായി കർമ്മം ചെയ്യുന്നവരായിട്ട് വേറെ ആരും ഉണ്ടാകില്ല. ജയ്സി പടായി ജയ്സി സർവീസ് വൈസാ ജന്മ. ബാബ പറയാണ് എങ്ങനെയാണോ നിങ്ങളുടെ പഠിപ്പ് എങ്ങനെയാണോ നിങ്ങളുടെ സേവനം അതനുസരിച്ചാണ് ജന്മവും. മർണാത്തോ ബഹുത്തോം കോഹേ. അതായത് ഒരുപാട് പേർക്ക് മരിക്കേണ്ടതുണ്ട്. പഹലെ റിസീവ് കർണേ വാലേ ബി ജാനേ ഹേ. അതായത് ആദ്യം സ്വീകരിക്കുന്നവർക്കും പോകണം അല്ലെ. സത്യയുഗത്തിലെ കൃഷ്ണനെ സ്വീകരിക്കാൻ കുറച്ചു പേര് വേണമല്ലോ, അവർക്കും ഇപ്പൊ പോയല്ലേ പറ്റുള്ളൂ. അതാണ് ബാബ പറയുന്നത് ആദ്യം സ്വീകരിക്കുന്നവർക്കും പോകണം. ബാപ്പ് സംജാത്തെ ഹേ അബ് യഹ് ദുനിയ ബദൽ രഹി ഹേ. ബാബ മനസ്സിലാക്കി തരികയാണ് ഇപ്പോൾ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാപ്പിനെ തോ സാക്ഷാത്കാർ കരായാ ഹേ. ബാബ സാക്ഷാത്കാരവും ചെയ്തിട്ടുണ്ട്. ബാബ അപ്നാബി മിസാൽ ബതാത്തെ ഹേ. ഇവിടെ ബ്രഹ്മബാബയും തന്റെ ഉദാഹരണം ഇവിടെ പറയുകയാണ് അല്ലെ. ബ്രഹ്മബാബയ്ക്കും സാക്ഷാത്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. देखा 21 जन्मों के लिए राजाई मिलती है, उसके आगे यह 10-20 लाख क्या है. അത് സാക്ഷാത്കാരം കഴിഞ്ഞപ്പോ ബ്രഹ്മബാബയ്ക്ക് എന്താ തോന്നിയത്? അതായത് ബ്രഹ്മബാബയ്ക്ക് കാണാൻ സാധിച്ചു 21 ജന്മത്തേക്കുള്ള രാജ്യ പദവിയാണ് ലഭിക്കുന്നത്.
അപ്പൊ അതിനു മുന്നിൽ ഈ 10-20 ലക്ഷം എന്ന് പറയുന്നത് എന്താകാനാണ് അല്ലെ? അൽഫുക്കോ മിലി ബാദ്ഷാഹി, ബേക്കോ മിലി ഗദ്ദായി. ബാബ പറയുന്നത് ബ്രഹ്മബാബയ്ക്ക് എന്താ കിട്ടിയത്? ചക്രവർത്തി പദവി. പക്ഷെ കൂട്ടാളി അതായത് പങ്കാളി ഉണ്ടാകുമല്ലോ, അവർക്ക് കിട്ടിയത് എന്താണ്? കഴുതപ്പണിയാണെന്ന് പറയാ ബാബ. ഭാഗീദാർക്കോ കഹദിയ ജോ ചാഹിയെ സോലോ. ബാബ പറയുന്നത് തന്റെ പാർട്ട്ണർ ഉണ്ടാകുമല്ലോ, പാർട്ട്ണർ എടുത്ത് ബ്രഹ്മബാബ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എടുത്തോളൂ, അങ്ങനെയാണ് പറഞ്ഞത്. കോയി ബി തക്ലീഫ് നെഹി ഹുയി. ബാബ പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറയാ. ബച്ചോം കോ ബി സംജായ ജാത്താ ഹേ ബാബാ സേ തും ക്യാ ലേത്തെ ഹോ. അതായത് കുട്ടികൾക്കും ബാബ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ബാബയിൽ നിന്നും എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? സ്വർഗ് കി ബാദ്ഷാഹി. അതായത് ബ്രഹ്മബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ശിവബാബയിൽ നിന്നും എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജിത്തന ഹോ സകെ സെന്റേഴ്സ് കൊൾത്തേ ജാവോ. ബാബ പറയാണ്, നിങ്ങൾക്ക് എത്ര കഴിയുമോ അത്രയും നിങ്ങൾ സെന്റർ തുറന്നുകൊണ്ടേ പോകൂ. ബഹുത്തോം കാ കല്യാൺ കരോ. ഒരുപാട് പേരുടെ മംഗളം നിങ്ങൾ ചെയ്യൂ. തുമാരി 21 ജന്മോം കി കമായി ഹോ രഹി ഹേ. ബാബ പറയാണ്, ഇവിടെയാണ് നിങ്ങളുടെ 21 ജന്മത്തിന്റെ സമ്പാദ്യം നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ്. യഹാം തോ ലഖ്പതി കരോഡ്പതി ബഹുത്ത് ഹേ. ബാബ പറയാണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ലക്ഷാധിപതികളും കോടിപതികളൊക്കെ ധാരാളമുണ്ട്. വഹ് സബ് ഹേ ബഗേഴ്സ്. ബാബ പറയുന്നത് അവരെല്ലാവരും യാചകരാണെന്ന് പറയാം. തുമാരെ പാസ് ആയേങ്കെ ബി ബഹുത്ത്. ബാബ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് വരുന്ന ബാബ പറയാ. പ്രദർശനി മേം കിത്തനെ ആത്തെ ഹേ ഏസാ മത് സമജോ പ്രജ നഹി ബൻതി ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ പ്രദർശനികളിൽ നോക്കൂ എത്ര പേരാണ് വരുന്നത്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കരുത്, അതായത് പ്രജകളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കരുത്. പ്രജ ബഹുത്ത് ബൻതി ഹേ. ബാബ പറയുന്നത് ഒരുപാട് പ്രജകൾ ഉണ്ടാകുന്നുണ്ട്. അച്ഛാ തോ ബഹുത്ത് കഹത്തെ ഹേ പരന്തു കഹത്തെ ഹംകോ ഫുർസത്ത് നഹി. ബാബ പറയുന്നത് ഈ പ്രദർശനികളിലൊക്കെ ഒരുപാട് പേര് വരും. അതുപോലെ നമ്മൾ ആർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരൊക്കെ പറയും വളരെ നല്ലതാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ്, പക്ഷെ അവരെന്ത് പറയും? ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയും. തോടാബി സുനാത്തോ പ്രജാമയം ആജായെങ്കിൽ. ബാബ പറയുന്നത് കുറച്ച് കേട്ടാ മതി, അവര് പ്രജയിലേക്ക് വരും. അവിനാശി ജ്ഞാൻ കാ വിനാശ് നെഹി ഹോത്താ ഹേ. അതായത് ഈ അവിനാശിയായ ജ്ഞാനമുണ്ടല്ലോ, അതിന്റെ വിനാശം ഒരിക്കലും ഉണ്ടാകില്ല. ബാബാക്ക പരിചയ് ദേന കോയി കം ബാത്ത് തോടെ ഹി ഹേ. ബാബ പറയുന്നത് ബാബയുടെ പരിചയം കൊടുക്കുക എന്ന കാര്യം അത്ര ചെറിയ കാര്യമൊന്നുമല്ല എന്ന് ബാബ പറയാ. കോയിക്ക് രോമാഞ്ച് കടേ ഹോ ജായെങ്കെ. ബാബ പറയുന്നത് ചിലർക്കൊക്കെയാണെങ്കിലോ രോമാഞ്ചം ഉണ്ടാകുന്ന ബാബ പറയാ. അഗർ ഊഞ്ച് പദ് പാനാ ഹോഗ തോ പുരുഷാർത്ഥ് കർണേ ലഗാ പടേഗ. ബാബ പറയുന്നത് അഥവാ നിങ്ങൾക്ക് ഉയർന്ന പദവി നേടണമെന്നുണ്ടെങ്കിൽ പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ബാബ കോയി സേ ധൻ ആദി തോ ലേങ്കെ നഹി. ബാബ ഒരിക്കലും ആരിൽ നിന്നും ധനമൊന്നും മേടിക്കില്ല. ബച്ചോം കി ബൂന്ത് ബൂന്ത് സേ തലാബ് ഹോത്താ ഹെ. ഈ കുട്ടികൾ തരുന്ന ഓരോ തുള്ളികളാണ് പിന്നീട് വലുതായി വലിയ കുളമായിട്ട് മാറുന്നത്. അതായത് കുട്ടികൾ തരുന്ന ആ ഓരോ അണയിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ബാബ പറയാം. കോയി ഏക്ക് രൂപയാ ബി ബേജ് ദേത്തെ. ചിലരാണെങ്കിലോ 1 രൂപയൊക്കെ അയച്ചു കൊടുക്കും ബാബയ്ക്ക്. ബാബ ഏക്ക് ഈട്ട് ലഗാതോ, 1 ഇഷ്ടിക വെക്കൂ എന്ന് ബാബ പറയാ. അപ്പൊ കെട്ടിടമൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 ഇഷ്ടിക ഞങ്ങളുടേതായി വെക്കൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ 1 രൂപയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ബാബയ്ക്ക്. സുദാമാക്കി മുട്ടി ചാവൽ കാ ഗായൻ ഹേന. ബാബ ഇവിടെ വീണ്ടും പറയാണ്, അതായത് സുദാമയുടെ 1 പിടി അവില് അത് പാടപ്പെട്ടിട്ടുള്ളതാണ്. ബാബ കഹത്തെ ഹേ തുമാരേ തോ യഹ് ഹീരെ ജവാഹർ ഹേ. ബാബ പറയുന്നത് നിങ്ങളുടേതാണ് ഈ വജ്രങ്ങളും വൈഡൂര്യങ്ങളും. ഹീരെ ജൈസ ജന്മ സബ്കാ ബൻതാ ഹേ.
അതായത് വജ്രതുല്യമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ബാബ പറയാ. തും ഭവിഷ്യക്കേലിയെ ബനാരഹേ ഹോ, നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തും ജാൻതേ ഹോ യഹാം ഇൻ ആംഗോം സേ ജോ കുച്ച് ദേഖ്താ ഹേ യഹ് പുരാനി ദുനിയാ ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇവിടെ നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം പഴയ ലോകമാണ്. യഹ് ദുനിയ ബദൽ രഹി ഹേ, ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അബി തും അമർപുരി കെ മാലിക് ബൻ രഹേ ഹോ, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ അമരപുരിയുടെ അധികാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോഹാജീത്ത് സരൂർ ബന്ന പടേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോഹാജീത്തായിട്ട് മാറണം. തും കഹത്തെ ആയേ ഹോ കി ബാബ ആപ്പ് ആയേങ്കെ തോ ഹം കുർബാൻ ജായേങ്കെ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, അതായത് ബാബ താങ്കൾ വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയിൽ സമർപ്പണമാകാം എന്ന് പറഞ്ഞ് പാടിയിട്ടുണ്ട് നമ്മൾ കുട്ടികളും. സൗദാത്തോ അച്ഛാ ഹേന, ബാബ പറയുന്നത് കച്ചവടം നല്ലതല്ലേ എന്ന് ബാബ പറയാ. മനുഷ്യത്തോടെ ഹി ജാൻതേ ഹേ സൗദാഗർ രത്നാഗർ ജാദൂഗർ നാം ക്യൂം പടാ ഹേ. ബാബ പറയാണ്, മനുഷ്യർക്ക് ഇത് ഒന്നും അറിയില്ല, എന്തുകൊണ്ടാണ് ഈശ്വരനെ ഈ കച്ചവടക്കാരൻ, രത്നാകരൻ, അതുപോലെ തന്നെ ഇന്ദ്രജാലക്കാരൻ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ എന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് ആളുകൾക്ക് അറിയുന്നില്ല. രത്നാകർ ഹേന, രത്നാകരനല്ലേ ബാബ. അതായത് ബാബ പറയാണ്, അവിനാശി ജ്ഞാൻ രത്ന ഏക് ഏക് അമൂല്യ വർഷൻ ഹേ. അതായത് ബാബ തരുന്ന ഈ അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങൾ, അല്ലെ, ബാബ തരുന്നത് അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങളാണ്. അത് ഓരോന്നും അത്രയ്ക്കും അമൂല്യമായ പദങ്ങളാണ്, അല്ലെ. ഈ മുരളിയിലെ ഓരോ പദങ്ങളും അമൂല്യമാണ്. അത്രയ്ക്കും ഉയർന്ന ജ്ഞാനരത്നങ്ങളാണ് ബാബ നമ്മൾക്ക് തരുന്നത്. ഇസ് പർ രൂപ് ബസന്ത് കി കഥ ഹേന, ഇതില് ജ്ഞാനിയുടെയും യോഗിയുടെയും കഥയുണ്ട്. തും രൂപ് ബി ഹോ ബസന്ത് ബി ഹോ. ബാബ പറയുന്നത്, നിങ്ങൾ ജ്ഞാനിയുമാണ് യോഗിയുമാണ്. അച്ഛാ, മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഈ ബാബ ധാരണയ്ക്കായിട്ടുള്ള മുഖ്യ പോയിന്റുകൾ പറയാണ്. ഫസ്റ്റ് പോയിന്റ്, अब इस शरीर से कोई भी विकर्म नहीं करना है. ऐसी कोई आसुरीय एक्ट ना हो जिससे രജിസ്റ്റർ ഖരാബ് ഹോ ജായേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ ഈ ശരീരത്തിലൂടെ യാതൊരു തരത്തിലുള്ള വികർമ്മവും ചെയ്യരുത്. പിന്നെ ബാബ പറയാണ്, അതുപോലെ രജിസ്റ്റർ മോശമാകുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ആസുരീയ കർമ്മവും നിങ്ങളിൽ നിന്നുണ്ടാകരുത്, അല്ലെ. രജിസ്റ്റർ മോശമാകുന്ന രീതിയിലുള്ള ഒരു ആസുരീയ കർമ്മവും ഉണ്ടാകരുത്. സെക്കൻഡ് പോയിന്റ്, ഏക് ബാപ്പ് കി യാദ് കെ നശേമേം രഹനാഹേ. ബാബ പറയുന്നത്, ഒരു ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് അത്രയും ലഹരി ഉണ്ടായിരിക്കണം. പാവൻ ബന്നേ കാ മൂൽ പുരുഷാർത്ഥ് ജരൂർ കർണാഹേ. പാവനമായി മാറുന്നതിനുള്ള മുഖ്യ പുരുഷാർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. കൗഡിയോം പിച്ചാടി അപ്പന അമൂല്യ സമയ ബർബാദ് നാ കർ ശ്രീമത്ത് സേ ജീവൻ ശ്രേഷ്ഠ ബനാനി ഹേ. ബാബ പറയുന്നത്, കക്കയ്ക്ക് പിന്നാലെ പോയി നിങ്ങൾ നിങ്ങളുടെ അമൂല്യമായ സമയം പാഴാക്കുന്നതിന് പകരം നിങ്ങൾ ശ്രീമതത്തിലൂടെ ജീവിതം ശ്രേഷ്ഠമാക്കി മാറ്റൂ എന്ന് ബാബ പറയാം. ഈ ബാബ വരദാനം തരാണ്, സ്വയം കോ വിശ്വസേവാ പ്രതി അർപ്പിത് കർ മായാ കോ ദാസി ബനാനെ വാലെ സഹജ് സമ്പന്ന ഭവ. അതായത് ബാബ പറയാണ്, സ്വയത്തെ വിശ്വസേവനത്തെ പ്രതി അർപ്പിതമാക്കി മായയെ ദാസിയാക്കി മാറ്റുന്ന സഹജ സമ്പന്നരായി ഭവിക്കട്ടെ. അതായത് സ്വയത്തെ നമ്മൾ
വിശ്വസേവാ പ്രതി നമ്മൾ സമർപ്പണം ചെയ്യണം, അല്ലേ? അങ്ങനെ നമ്മൾ മായയെ എന്താക്കി മാറ്റണം? ദാസിയാക്കി മാറ്റണം. ബാബ എക്സ്പ്ലനേഷൻ പറയാണ്, അബ് അപ്ന സമയ് സർവ പ്രാപ്തിയാം ജ്ഞാൻ ഗുൺ ഓർ ശക്തിയാം വിശ്വകി സേവാർത്ഥ സമർപ്പിത് കരോ. ബാബ പറയുന്നത്, ഇപ്പോ നിങ്ങളുടെ സമയം, അതുപോലെ നിങ്ങളുടെ സർവപ്രാപ്തികള്, ജ്ഞാനം, ഗുണം, ശക്തി, ഇതെല്ലാം നിങ്ങൾ വിശ്വത്തിന്റെ സേവനത്തെ പ്രതി നിങ്ങൾ സമർപ്പണം ചെയ്യൂ. അതായത് ഈ ലോകത്തിന്റെ സേവനം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇതെല്ലാം സമർപ്പണം ചെയ്യൂ എന്ന് ബാബ പറയാം. ജോ സങ്കൽപ്പ് ഉഡ്താ ഹേ ചെക്ക് കരോ കി വിശ്വസേവ പ്രതി ഹേ. അതായത് ബാബ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സങ്കല്പം നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾ അതിനെ ചെക്ക് ചെയ്യണം. ഈ സങ്കല്പം വിശ്വസേവനത്തെ പ്രതിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഏസാ സേവാ പ്രതി അർപ്പൺ ഹോനേസെ സ്വയം സഹജ് സമ്പന്ന ഹോ ജായേങ്കെ. ബാബ പറയുന്നത്, ഇതുപോലെ നിങ്ങൾ സേവനത്തെ പ്രതി നിങ്ങൾ അർപ്പണമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ സ്വയം നിങ്ങൾ സഹജമായും സമ്പന്നമായിട്ട് മാറുക തന്നെ ചെയ്യും. സേവാക്കി ലഗൻമേം छोटे बड़े पेपर्स या परीक्षाएं സ്വതഹി സമ്പന്ന ഹോ ജായേഗ. അപ്പൊ ബാബ പറയുന്നത്, ഈ സേവനത്തിൽ നിങ്ങൾ ഇത്രയും മുഴുകിയിരിക്കുകയാണെങ്കിൽ, ചെറിയ പേപ്പർ അതുപോലെ വലിയ പേപ്പറൊക്കെ വരുമല്ലോ, പരീക്ഷ പേപ്പറുകളൊക്കെ വരുമല്ലോ, അത് സ്വതവേ തന്നെ അത് സമർപ്പണമായിക്കോളുമെന്ന് ബാബ പറയാം. फिर माया से घबराएंगे नहीं, सदा വിജയി बनने की खुशी में नाचते रहेंगे. പിന്നീട് നിങ്ങൾ ഈ മായയെ ഭയക്കേയില്ല. സദാ നിങ്ങൾ വിജയിയായിട്ട് മാറുന്നതിന്റെ ആ സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും. അതായത് നമ്മളെ സർവീസിൽ നമ്മൾ അത്രയും നമ്മൾ ലഹരി ഉണ്ടായിരിക്കണം നമുക്ക്. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ പേപ്പറുകളെല്ലാം അതിൽ സമർപ്പണമായി മാറുക എന്ന് ബാബ പറയാം. മായാക്കോ അപ്പനി ദാസി അനുഭവം കരയെങ്കിൽ, അപ്പൊ നമുക്ക് ഈ മായയൊക്കെ ദാസിയായിട്ട് അനുഭവം ചെയ്യാൻ കഴിയും. സ്വയം സേവാമേം സറണ്ടർ ഹോങ്കേ തോ മായ സ്വതഹി സറണ്ടർ ഹോ ജായേഗി. അതായത് നിങ്ങൾ സ്വയം നിങ്ങളെ സേവനത്തിൽ നിങ്ങൾ സമർപ്പണമാകുമ്പോൾ മായയും സ്വതവേ സമർപ്പണമായിക്കോളുമെന്ന് ബാബ പറയാം. ഈ സ്ലോഗൻ, അന്തർമുഖദാസെ മുഖോ ബന്ദ് കർ ദോ തോ ക്രോധ് സമാപ്ത് ഹോ ജായേഗ. അതായത് ബാബ പറയുന്നത്, അന്തർമുഖതയാൽ നിങ്ങൾ വായടയ്ക്കൂ, അങ്ങനെയാണെങ്കിൽ ക്രോധം സമാപ്തമായിക്കോളും എന്ന് ബാബ പറയാം. അപ്പോൾ അന്തർമുഖരായിട്ടിരിക്കുമ്പോൾ നമുക്ക് ക്രോധിക്കേണ്ട ആവശ്യമേ വരില്ല, അല്ലെ? ക്രോധം സമാപ്തമാകുന്ന ബാബ പറയാം. ഇനി അവ്യക്ത സൂചന ബാബ പറയുന്നത്, അശരീരി വാ വിദേഹി സ്ഥിതി കാ അഭ്യാസ് ബഡാവോ. അതായത് അശരീരിയായി മാറുന്നതിന്റെ, അതായത് വിദേഹിയായിട്ട് മാറുന്നതിന്റെ ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ, വിദേഹി സ്ഥിതി, അശരീരി സ്ഥിതി, അതിന്റെ അഭ്യാസം വർദ്ധിപ്പിക്കാനാണ് ബാബ പറയുന്നത്. ജൈസെ ഏക് സെക്കൻഡ് മേ स्विच ऑन और ऑफ किया जाता है, ऐसे ही एक सेकंड में शरीर का आधार लिया और एक सेकंड में शरीर से परे अशरीरी स्थिति में स्थित हो गए. ബാബ പറയുന്നത്, എങ്ങനെയാണോ നമ്മൾ സെക്കൻഡിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെ? അതുപോലെ ബാബ പറയുന്നത്, ഒരു സെക്കൻഡിൽ നിങ്ങൾ ശരീരത്തിന്റെ ആധാരം എടുക്കൂ, അതുപോലെ ഒരു സെക്കൻഡിൽ ശരീരത്തിൽ നിന്നും ഉപരി അശരീരി സ്ഥിതിയിലേക്ക് പോകൂ. അബി അബി ശരീർ മേം ആയേ അബി അബി അശരീരി ബൻ ഗയേ. അതായത് ഇപ്പോൾ നിങ്ങൾ ശരീരത്തിലേക്ക് വരിക, ഇപ്പോൾ നിങ്ങൾ അശരീരിയായിട്ട് മാറുക, അതായത് ശരീരത്തിൽ നിന്നും ഉപരി പോവുക. ആവശ്യകത ഹുയേ തോ ശരീർ രൂപി വസ്ത്ര ധാരൺ കിയ, ആവശ്യകത നാ ഹുയേ തോ ശരീർ സെ അലഗ് ഹോ ഗയേ. ബാബ പറയുന്നത്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ശരീരരൂപിയാകുന്ന വസ്ത്രത്തെ ധാരണ ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ എന്ത് വേണം? ശരീരത്തിൽ നിന്നും ഉപരി, ശരീരത്തിൽ നിന്നും വേറിട്ട് പോകൂ എന്ന് ബാബ പറയാം. യഹ് പ്രാക്ടീസ് കർണി ഹേ
इसी को ही कर्माതീത് അവസ്ഥ കഹാ ജാതാ ഹെ. ഈ പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. ഇതിനെ തന്നെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ശരീരത്തിലേക്ക് വരിക, ഇപ്പൊ അശരീരിയായിട്ട് മാറുക, ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുക. അതായത് നമുക്ക് കർമ്മം ചെയ്യാൻ, അതായത് ആവശ്യമുള്ളപ്പോൾ ശരീരം രൂപി വസ്ത്രത്തെ നമ്മൾ ഉപയോഗിക്കുക. അതല്ല, ആവശ്യം കഴിയുമ്പോൾ ശരീരത്തിൽ നിന്നും വേറിട്ട് അശരീരി സ്ഥിതിയിലിരിക്കുക. അതാണ് ബാബ പറയുന്ന അഭ്യാസം. അതിനെ തന്നെയാണ് ബാബ എന്ത് പറയുന്നത്? കർമാതീത അവസ്ഥ. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി.